Guys, welcome back to your channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ് വാഷ് യൂസ് ചെയ്താണ്. ഞാൻ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു ഫേസ് വാഷാണ്. ഇതെനിക്ക് സ്മിട്ടനിൽ നിന്ന് സ്മിട്ടന് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഞാൻ ഇത് വെച്ചാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ രാവിലെ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ് വാഷിൽ മാത്രം ഒതുക്കിയത്. ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്ത് നല്ലപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ നമ്മുടെ ഫൗണ്ടേഷനും അതുപോലെയുള്ള ഡേർട്സ് എല്ലാം നല്ലപോലെ റിമൂവ് ആവും. ഇപ്പോൾ ഞാൻ വലുതായിട്ട് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒൺലി മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഞാനൊരു ഫേസ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് എം കഫേൻ്റെ കോഫി ഫേസ് മാസ്ക് ആണ്. ഇത് ഭയങ്കര മണമാണ് കേട്ടോ, നല്ല മണമാണിത്. പിന്നെ എനിക്കൊരു DIY യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു DIY ചെയ്യാനായിട്ട് ഭയങ്കര ഒരു മടിയായിപ്പോയി. അപ്പോൾ വിചാരിച്ചു ഒരു ഇൻസ്റ്റൻറ്റ് ഫേസ് മാസ്ക് യൂസ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ കോഫി ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ സ്മിട്ടനിൽ ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയും ഇതെല്ലാം സ്മിട്ടനാണല്ലോ എന്ന്. അല്ല, അങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഓർഡർ ചെയ്തുകൊണ്ടാണ് ഈ പ്രോഡക്റ്റൊക്കെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരു എന്താ പറയുക, എനിക്കിപ്പോൾ DIY യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, മീൻസ് ഞാൻ ടയേർഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് അത്രയ്ക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്ക് വലിയ റിസൾട്ടൊന്നുമില്ല. ബട്ട് ഒരു ഓക്കെ പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഫേസിൽ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നല്ലപോലെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ കട്ടയായിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നല്ലപോലെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിത് നെക്കിൽ കൂടി ഇടുന്നുണ്ട്. നെക്കിലും മസ്റ്റായിട്ട് ഇടണം. കാരണം നമുക്ക് സൺ ടാൻ അടിക്കുന്നത് ഫേസിൽ മാത്രമല്ല, നെക്കിലും അടിക്കും. അതുകൊണ്ടാണ് ഞാൻ നെക്കിൽ കൂടി നല്ലപോലെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഇപ്പോൾ ഒരു DIY ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ DIY യൂസ് ചെയ്യുക. ഇല്ല ഇതേപോലെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ് ഇഷ്ടമെങ്കിൽ അത് യൂസ് ചെയ്യുക. അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മളൊരു സിമ്പിൾ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനാണിത്. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ നമ്മളിത് എന്ത് ചെയ്യുക, ഡ്രൈ ആവണ വരെ വച്ചേക്കുക. അപ്പം ഞാനിത് ഡ്രൈ ആവണ വരെയാണ് വച്ചേക്കുന്നത്. എനിക്ക് കോഫി ചോക്ലേറ്റ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്മെല്ല് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്മെല്ല്. സ്മിട്ടനിൽ 199 രൂപയ്ക്ക് പ്രോഡക്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഈ 2 പ്രോഡക്റ്റ്. അതേപോലെ ഞാൻ വീണ്ടും കുറേ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പർച്ചേസ് ചെയ്തതിൻ്റെ എല്ലാം ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ 99 രൂപയ്ക്ക് നമുക്ക് സ്മിട്ടനിൽ നിന്ന് ഒരുപാട് പ്രോഡക്റ്റ് കിട്ടും. അത് ഇടയ്ക്കുള്ള ഓഫറാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ ലിപ് കെയറിലോട്ടാണ് പോകുന്നത്. ഞാൻ ഡെയിലി ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന പേഴ്സൺ ആയതുകൊണ്ട് എൻ്റെ ലിപ്സ് നല്ല പിഗ്മെൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ലിപ് സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഒരു DIY അല്ല. ഇത് ഞാൻ പർച്ചേസ് ചെയ്തൊരു പ്രോഡക്റ്റാണ്. ഇത് സ്മിട്ടൻ അല്ല കേട്ടോ. ഇതല്ലാതെ നിങ്ങളെൻ്റെ ഒരു ആയുർവേദിക് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്പാ. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുന്ന് ഹോം മെയ്ഡ് ലിപ് സ്ക്രബ് ഞാൻ വാങ്ങിയതാണ്. ഇത് സൂപ്പർബാണ്. ഇതിൽ ഒരുപാട് ബീസ് വാക്സ് ഉണ്ട്. അത് നമ്മുടെ നല്ല മോയ്സ്ചറൈസിങ് നൽകും ലിപ്സിന്. അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് അവർ ഹോം മെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് 100% വിശ്വസിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ നല്ല പിഗ്മെൻ്റ് ആയിട്ടോ എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ട് തോന്നുന്നു എൻ്റെ ലിപ്സ് കണ്ട. അങ്ങനെ ഞാൻ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്ക്രബ് ചെയ്യുമ്പം ഈ മുറിയുന്ന രീതിക്കൊന്നും സ്ക്രബ് ചെയ്യില്ല. അതിനുശേഷം ഞാനൊരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ലിപ് ബാമിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് വാസ്ലിനാണ്. ഇത് നൈറ്റിൽ യൂസ് ചെയ്യാനായിട്ട് സൂപ്പർവാണ്. ഡേ ടൈമിൽ ഞാൻ യൂസ് ചെയ്യാൻ പറയത്തില്ല. കാരണം ഡേ ടൈമിൽ യൂസ് ചെയ്യണമെങ്കിൽ ഒരു SPF ലിപ് ബാം യൂസ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഒരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇതും സ്മിട്ടനാണ്. കാരണം ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ സ്മിട്ടനിലെ പ്രോഡക്റ്റ് മാത്രം എടുത്തേക്കുന്നത്. ഇത് വരുന്നത് പിൽഗ്രിമിൻ്റെ ഫേസ് മിസ്റ്റാണ്. ഇത് നല്ല കൂളിംഗ് ആണ് കേട്ടോ, ഭയങ്കര കൂളിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മിസ്റ്റ്. എനിക്ക് ഭയങ്കര ടയേർഡായിട്ട് തോന്നുമ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴും ഈ മിസ്റ്റ് ഒന്ന് അടിക്കും. കാരണം നല്ല കൂളിംഗ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ സ്മെല്ലൊരു ആയുർവേദിക് സ്മെല്ല് പോലെയൊക്കെ എനിക്ക് തോന്നും. അങ്ങനെ നല്ലപോലെ ഡാബ് ചെയ്ത് ഫേസിലോട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു സിറം ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് സിറം ആണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം. ഞാൻ നയസിനമൈഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് മിനിമലിസ്റ്റിൻ്റെ ആണ്. ഇത് യൂസ് ചെയ്യണം നിങ്ങൾ മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും.
ആയിരിക്കും ഞാൻ ഈ ഒരു സിറം യൂസ് ചെയ്യണം. അതിനുശേഷം മസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. മോയ്സ്ചറൈസർ നമ്മൾ ഡേ ടൈമിലും യൂസ് ചെയ്യണം, അതുപോലെ തന്നെ നൈറ്റ് ടൈമിലും യൂസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസിങ് കൊടുക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇൻടേക്കായിട്ടും കുറച്ച് എടുക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻടേക്ക് ചെയ്യണം, എങ്കിലേ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയുള്ളൂ. ഇപ്പോൾ പിമ്പിൾസ് ഒക്കെ ഉള്ള സ്കിന്നാണെങ്കിൽ നമ്മൾ ഇൻടേക്കും ചെയ്യണം, അതുപോലെ തന്നെ ഇതേപോലെയുള്ള പ്രോഡക്റ്റ്സും യൂസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഹോർമോണൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, PCOD ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഡോക്ടറിനെ കണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അല്ലാതെ നമ്മളൊരു DIY ചെയ്തിട്ട് അത് മാറത്തില്ല. അപ്പോൾ അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഒരു DIY ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. അല്ലാതെ ഈ നമ്മൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് DIY ചെയ്താൽ അത് ഒരിക്കലും നല്ല റിസൾട്ട് കിട്ടത്തില്ല. അതിനുശേഷം ഞാൻ ഒരു ഹെയർ കെയറിലോട്ടാണ് പോകുന്നത്. ഞാൻ രാത്രി ഇതേപോലെ ഇങ്ങനെ ഹെയർ നല്ലപോലെ മസാജ് ചെയ്ത് ഓടക്കൊക്കെ മാറ്റി നല്ലപോലെ ചീകിയെടുക്കും. കാരണം നല്ല ഇങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ പോയിട്ട് വരുമ്പോഴേ നല്ല ഉടക്കായിരിക്കും ഹെയർ. ഈ വുഡൻ കോമ്പ് ഉണ്ടല്ലോ, നീമിൻ്റെ കോമ്പ് ഒക്കെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മുടെ ഹെയറിന്. അതാണ് നല്ലത്. അല്ലാതെ ഈ പ്ലാസ്റ്റിക്കിലുള്ള യൂസ് ചെയ്യുന്നത് നമുക്ക് ഹെയറിന് അത്ര നല്ലതൊന്നുമല്ല. പിന്നെ എനിക്കിപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിപ്പം യൂസ് ചെയ്തത്. ഞാൻ സ്മിറ്റനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു വുഡൻ കോമ്പ്. അപ്പോൾ അത് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ നോക്കുക, ഞാൻ ഷോർട്സ് ഇടാം. അത് വരുമ്പോൾ ഞാൻ എന്തായാലും ഷോർട്സ് ഇടാം. പിന്നെ അതിനുശേഷം ഞാൻ ഒരു ഹെയർ സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല. എനിക്ക് ടൈം ഉള്ളപ്പോൾ മാത്രമേ ഞാൻ സിറം യൂസ് ചെയ്യാറുള്ളൂ. ഇത് റൂട്ട് കോസിൻ്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് സിറമാണ്. ഇതിൽ 1% റോസ്മേരി ഉണ്ട്, 0.5% ബയോട്ടിൻ കോംപ്ലക്സ് ഉണ്ട്. റോസ്മേരി നമ്മുടെ ഹെയറിന് ഭയങ്കര യൂസ്ഫുള്ളാണ്. റോസ്മേരി നമ്മൾ വെള്ളം ചൂടാക്കി ഹെയറിൽ ഒഴിക്കുന്നത്, ചൂടോടെ ഒഴിക്കുന്നതല്ല, ഈ ചൂടാക്കി തണുത്തതിന് ശേഷം ഹെയറിൽ യൂസ് ചെയ്യുന്നത്, സ്പ്രേ ചെയ്ത് യൂസ് ചെയ്താൽ മതി. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ നല്ലപോലെ മസാജ് ചെയ്ത്, ഇത് ഭയങ്കര ഒരു സ്റ്റിക്കി ഒന്നുമല്ല, ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് നമുക്ക് രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ വേണമെങ്കിൽ കുളിക്കാതെ തന്നെ നമുക്ക് പുറത്തോട്ട് പോകാം. ഇത് അത്രയ്ക്കും ഓക്കെ ഒരു പ്രോഡക്റ്റാണ്. ഞാൻ നല്ലപോലെ ഹെയർ മസാജ് ചെയ്ത്, ബ്ലഡ് ഫ്ലോ ഉണ്ടായ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഇത് ബ്ലഡ് ഫ്ലോ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ പെങ്കൊച്ച് ഇത്രയും ഇതൊക്കെയാണോ ചെയ്യണേന്ന്. അങ്ങനെയല്ല, എനിക്ക് ടൈം കിട്ടുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ചെയ്താൽ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആകും, അതേപോലെ തന്നെ പിമ്പിൾസ് ഒന്നും വരാതെ ഹെൽപ്പ് ചെയ്യും, കുറച്ചുകൂടെ ഗ്ലോയിങ് ആയിട്ടിരിക്കും. ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ, പിന്നെ ഫേസ് മാസ്ക് ഒന്നും ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വീക്കിൽ 2 days മാത്രം യൂസ് ചെയ്താൽ മതി. ബട്ട് മോയ്സ്ചറൈസറൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീനൊക്കെ മസ്റ്റാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ